വെയിറ്റോ പതുക്കെ പതുക്കെ കൃഷ്ണ തള്ളി താഴ്ത്താക്കല്ലേ. എനിക്ക് ചുമയൊക്കെ ആണല്ലോ വാച്ചി. മമ്മ വെക്കട്ടെ? വാവച്ചിയാണ് മമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നല്ലേ ഇതൊക്കെ വെക്കാനായിട്ട്. ഇനി എന്താ ഉള്ളേ? ആ വയ്ക്ക വെയിറ്റാ. ഞാൻ വെച്ചോളാം. ഇനി അമ്മ വെക്കട്ടെ? ഇനി അല്ല കൃഷ്ണന് നമ്മള് നോക്കിക്കൊണ്ടിരിക്കാം. വെച്ചോ മോൻ? ഏത് വെയിറ്റ് ഇല്ലേ? എന്നാ വെച്ചോളൂ. നോ നോ, അവിടെ അല്ല വയ്ക്കണ്ടേ, ഇവിടെ വയ്ക്കാം. അപ്പോഴല്ലേ നമുക്ക് രാവിലെ എണീറ്റ് കണി കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? വയ്ക്കുന്ന ഇഷ്ടമാണോ? കണി വയ്ക്കുന്ന ഇഷ്ടമാണോ? വാങ്ങി വയ്ക്ക്. ഇവക്ക് ഇഷ്ടം ഇറക്കി വിടുമോ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ച് അമ്മ വയ്ക്കാം. ഓക്കെ, ആ വെച്ച് മമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യണോ? ഇനി വയ്ക്കാനുണ്ട് വാവച്ചി. ഓക്കെ, വാവച്ചിക്ക് ഇഷ്ടമാണോ ഇങ്ങനെ വിഷു കൈ നീട്ടും വിഷുക്കണിയൊക്കെ കാണാനായിട്ട്? ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ആകാശത്ത് സ്കൈലോ? സ്കൈലല്ലേ ഉള്ളത്. ഓക്കെ, നമുക്ക് ഇനി കുറെ സാധനങ്ങളൊക്കെ വയ്ക്കാനുണ്ട്. എന്ത് ഇതൊക്കെ നല്ല ചോദ്യമാണല്ലോ. രാത്രി വച്ചാലല്ലേ നമുക്ക് രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ കൊത്തിയിട്ട് ഇങ്ങനെ വന്ന് വിളക്കൊക്കെ കത്തിക്കുമ്പോ ഇങ്ങനെ നോക്കുമ്പോ കാണാൻ പറ്റൂലേ. അപ്പൊ വാവച്ചിക്ക് സർപ്രൈസ് ആകൂലേ? വിഷുക്കണി കാണാറുണ്ട് ഇങ്ങനെ പെട്ടെന്ന്. ഓക്കെ, ഇനി പൈസ വെക്കണം, ഡ്രസ്സ് വെക്കണം, മിറർ വെക്കണം, സ്വർണം വെക്കണം, എല്ലാം വെക്കണം. ഏത്? അതോ നാളെ കഴിക്കാം. നമ്മൾ ഇപ്പം കണി വെച്ചേക്കുമല്ലേ, കണി വെച്ചിട്ട് നാളെ നമ്മൾ എണീറ്റിട്ട് കണി കണ്ടിട്ട് തരാട്ടാ. ഓക്കെ, ഇപ്പം നമ്മൾ കിടന്നുറങ്ങാൻ പോവാം. ആ ഇത്രയേ ഉള്ളൂ. നമുക്ക് വായിച്ച് നാളെ രാവിലെ എണീക്കുമ്പോൾ അമ്മ കണി കാണിച്ചു തരാം, കണ്ണ് പൊത്തിക്കൊണ്ട് വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് വാവച്ചി. വാവച്ചി, 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 വാവച്ചിക്കുട്ടാ, വാവച്ചി നല്ല ഉറക്കമാണല്ലോ. വാവച്ചിക്ക് വിഷുക്കണി കാണണ്ടേ? വാവച്ചി നല്ല ഉറക്കം. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. കണ്ണുറക്കല്ലേ? മമ്മ വിഷുക്കണി കാണിക്കുന്നവരെ വാവച്ചി കണ്ണുറക്കില്ല. ഓക്കെ ഓക്കെ, വെയിറ്റിംഗ് ആണ്. പോവാം. വാവച്ചിനി മമ്മ കാണിക്കാൻ പോവാണ് വിഷുക്കണി. കണ്ടാ? ശരിക്കും നോക്ക്. ഹാപ്പി വിഷു വാവച്ചി. ഇത് വിഷുക്കണി വിഷു കൈ നീട്ടോ വാങ്ങിച്ചോ? ഓക്കെ, നമുക്ക് പിന്നെ തരാം. വാവച്ചി ഉറക്കത്തില്ല പകുതി. കൃഷ്ണൻ വയ്ക്കാം. എന്നിട്ട് വാവച്ചി അവിടെ നിന്ന് എടുത്തോ. കൃഷ്ണന്റെ കയ്യിൽ നിന്ന് വെച്ചോട്ടോ. വാവച്ചിക്ക് കൊക്കണേ. വാവച്ചി പകുതി ഉറക്കത്തില്ല. അപ്പോൾ ഉറങ്ങി എണീറ്റിട്ട് വാവച്ചി എടുത്തോളൂ. ആണ് വാവച്ചിയുടെ വിഷുവിൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് വാവച്ചി? എനിക്ക് ഇഷ്ടപ്പെട്ടാ? തിരിഞ്ഞപ്പോനെ ഓ ബ്ലൗസിൻ്റെ വർക്ക് കാണിച്ചാൽ ഇത് കണ്ട. ഇത് നോക്കിക്കേ,
ബ്ലൗസിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാവച്ചിയുടെ ഡ്രസ്സിൻ്റെ ഇത് കണ്ടോ, നല്ല രസമുണ്ട്. അത് കണ്ടു. ബേഡ്സിൻ്റെ ആണോ? അതെ. പൈസ എടുക്കുന്നില്ലേ? പിന്നെ രണ്ടെണ്ണം കഴിക്കുന്നത്. രാവിലെ ഒന്നല്ലേ വെച്ചുള്ളൂ. ഇത് അമ്മൂമ്മ വന്ന് അച്ഛൻ വന്നോ? വാ, അപ്പൊ വാവച്ചിക്ക് വിഷുക്കണി കൊറേ കിട്ടിയല്ലോ. എല്ലാം വാങ്ങാൻ കിട്ടുമോ? അവിടെ വേണേ വച്ചോ, പിന്നെ എടുത്തോ. ഒന്നാ അവിടെ തന്നെ വച്ചോ. ഇന്ന് വിഷു കഴിയുമ്പോൾ എടുക്കാമല്ല അവിടെ നിന്ന്. ഓക്കെ, ഇവിടെ ഇരുന്ന് കാണാണ്ട പോകത്തില്ല. അതെടുത്തേ, വച്ചോ. ഏ ഹാപ്പി. അപ്പോൾ അങ്ങനെ വാവച്ചി വിഷുക്കണിയൊക്കെ കണ്ട് വാവച്ചി റെഡിയായി. വാവച്ചി വന്നേ, ഒരു കാര്യം ചോദിക്കാം. അപ്പോൾ വാവച്ചിയുടെ വിചാരം നമ്മുടെ വിഷുക്കണിയെ കണ്ടപ്പോൾ വാവച്ചി കൊടുത്ത് വീട് ഫുള്ള് ഇങ്ങനെ വിഷുക്കൈ നീട്ടുന്നത്. അതാണ് മനസ്സിൽ വരുന്നത്. മറ്റേ വിഷുക്കണി ഫുള്ള് എല്ലായിടത്തും വയ്ക്കുന്ന ഓർത്ത അല്ലേ? വാവച്ചി അങ്ങനെയല്ല ഓർത്തെ? വിഷുക്കണി കണ്ടപ്പോൾ വാവച്ചി എന്താ ഓർത്തത്? എല്ലായിടത്തും ഇതാകും എന്നാണ് ഓർത്തത്, ഡെക്കറേഷൻ. അങ്ങനെയാണ് ഓർത്തേ? പൂ അശ്വസിനെ പോലെ പൂവോ? എങ്ങനെയുണ്ട്? അവച്ചിക്ക് പൂ വേണമെന്ന് പറഞ്ഞു. നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചില്ലേ? അതെ, എല്ലാവർക്കും ഹാപ്പി വിഷു അല്ലേ? അല്ലേ? അപ്പൊ ഇനി എന്താ നമുക്ക് നെക്സ്റ്റ് പരിപാടി? വാച്ചി കളിക്കാൻ പോവാണോ? വാച്ചി കളിക്കാൻ പോവാം. ഞാൻ കുറച്ച് ഫ്രണ്ട്സ് കുളിച്ച് തരാന്ന് പറഞ്ഞു. അപ്പം ഇനി നമുക്ക് ഉച്ചയ്ക്ക് സദ്യ കഴിക്കണ്ടേ? അപ്പം അതിന് കുറച്ച് പരിപാടിയുണ്ട്. ഓക്കെ, അപ്പം സദ്യ കഴിക്കാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒരു കളിക്കാൻ പോയി. ഓക്കെ, അപ്പം നമുക്കിനി സദ്യയുടെ പരിപാടി നടത്താം. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കസിൻസിൻ്റെ ഇടയിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിഷുക്കൈ നീട്ടം കിട്ടിയത്. കുറെ കിട്ടി തുടങ്ങി. അവര് കണ്ടതാ. എനിക്ക് എൻ്റെ കസിൻസിൻ്റെ ഇടയിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ വിഷുക്കൈ നീട്ടം കിട്ടാറ്. അപ്പൊ വിഷുവൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നല്ല രസമാണല്ലോ, നല്ല ഉടുപ്പ് കിട്ടും. ഇനിയും ഭവിച്ചിക്ക് വരും, പേടിക്കണ്ട, കിട്ടാൻ സമയമായിട്ടേ ഉള്ളൂ. അപ്പം എന്താ പറയാൻ വന്നത്, എനിക്ക് കുറേ ഡ്രസ്സ് കിട്ടുമായിരുന്നു, കൈനീട്ടം കിട്ടുമായിരുന്നു. പിന്നെ എല്ലാ കസിൻസും എല്ലാവരും വരുമായിരുന്നു. മേമയുടെ വീട്ടിൽ വെച്ച് നമ്മൾ വിഷുവൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നു. അപ്പം എല്ലാവരും അവിടെ നിന്ന് ഒത്തുകൂടി നല്ല രസമായിരുന്നു. ഉച്ചയ്ക്കൊക്കെ എല്ലാവരും താഴെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്, അതും നിലത്തിരുന്ന് കഴിക്കത്തുള്ളൂ, പായിട്ടിട്ട്. ഡൈനിങ് ടേബിൾ ഇരിക്കത്തില്ല, നിലത്തിരുന്ന് ഫുഡ് കഴിക്കില്ല. എന്തൊരു രസമായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് അതേപോലെ റീക്രിയേറ്റ് ചെയ്യണം കേട്ടോ. താഴെ വാവച്ചിയുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് നമ്മൾ താഴെ ഇരുന്ന് കഴിക്കാം. അമ്മയുടെ ഫ്രണ്ടും വരുന്നുണ്ടെന്ന്, അമ്മയുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. ഇത് അറിയത്തില്ല, വരുമ്പോ കാണിച്ചു തരാം. അനീറ്റ ഒന്നുമല്ല, വേറൊരു ഫ്രണ്ട്, ജെയ്സൺ. വരുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, വാവച്ചി പോയി കളിക്കാം. വാവച്ചിയുടെ ഫ്രണ്ട് വന്നിട്ട് വാവച്ചി കളിക്കാം. അപ്പം ഞാൻ അതിനിടയ്ക്ക് പോയി കാര്യങ്ങളൊക്കെ നടത്തട്ടെ. അപ്പം നമുക്ക് പിന്നെ കാണാം. വിഷുവിന് വന്നതാ വാവച്ചിയുടെ ഫ്രണ്ട്? ആണോ? വാവച്ചി ഇൻവൈറ്റ് ചെയ്തായിരുന്നോ? ആണോ? ഇനി കളിക്കാൻ പോവാണോ? ഓക്കെ, ഇവിടെ കളിക്കാൻ പോകുന്നേ. ഓക്കെ, കളിച്ചോ. അങ്ങനെ നമ്മൾ സദ്യ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നമ്മൾ സദ്യ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പിതൃക്കൾക്ക് ഇങ്ങനെ ഒരിലയിൽ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ട് വിളമ്പി നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കണം എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ അതേ വാവച്ചിയൊക്കെ അവിടെ കളിയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ വാവച്ചിയുടെ കൂട്ടുകാരെ വിളിച്ച് നമുക്ക് നമ്മുടെ വിഷു സദ്യ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. നമുക്കപ്പം അവർക്ക് ആദ്യം കൊടുക്കാം. ഞാൻ വാവച്ചിയുടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ അല്ലേ വാവച്ചി? അജി എങ്ങനെയുണ്ട്?
എടാ വാവച്ചി നീ പറ എങ്ങനെയുണ്ട് വിഷു സദ്യ? കൊള്ളാവോ? സൂപ്പറാണോ? എല്ലാം ഇഷ്ടപ്പെട്ടു അല്ലേ? ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷു സദ്യയില് ഈ കറികളില്? പപ്പടം ചോറും എല്ലാം ഏറ്റവും ടേസ്റ്റ് ഏതാ തോന്നിയത്? ഏത്? ചോറാണ് ഏറ്റവും ടേസ്റ്റ്. ഓക്കെ കഴിച്ചോ കേട്ടോ. എന്തായി സദ്യ എങ്ങനെയുണ്ട് ഇപ്പൊ? അങ്ങനെ ഇരിപ്പുണ്ടല്ലോ. കഴിക്ക്. ആ ഏ കഴിഞ്ഞിട്ട് അറിയാലോ ഉറക്കം വരും. ഇപ്പം മിക്കവാറും ഉറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. വാവച്ചി ഉറങ്ങാൻ സമ്മതിച്ചാൽ ഉറങ്ങും അല്ലേ വാവച്ചി? ഇതെവിടുന്ന് മിഠായി കിട്ടിയേ? വാവച്ചി അതിനിടയ്ക്ക് മിഠായി എടുക്കാൻ പോയി. വാവച്ചിക്ക് ഇപ്പോൾ ഭയങ്കര ഹോബി ഉണ്ടെന്നറിയോ മിഠായി കഴിക്കല് അല്ലേ വാവച്ചി? ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നാ തോന്നി. വാവച്ചി സദ്യ കഴിച്ചില്ലേ? ഇപ്പം വാവച്ചിക്ക് ഇന്ന് ഉറങ്ങാനായിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ലേ? അതെന്താണാവോ? എനിക്ക് തോന്നുന്നുണ്ടല്ലോ.